ഇന്നത്തെ ദിവസം എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു. നാളെ ഓണമാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പുറത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ ദിവസം വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഒരുപാട് നല്ല തിരിച്ചറിവുകൾ കിട്ടിയൊരു ദിവസമാണ്. ഇന്ന് ഞാൻ കുറേ നേരം ജേർണൽ ചെയ്തു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ജേർണൽ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ഒരു ക്ലാരിറ്റി കിട്ടി, സമാധാനം കിട്ടി. എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് പ്രോപ്പറായിട്ടൊരു റൂട്ടീൻ ഉണ്ടായിരുന്നില്ല, ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും ഞാൻ എന്നോട് പറയുന്ന പ്രോമിസ് കീപ്പ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ അൺകംഫർട്ടബിൾ ആണെങ്കിലും. ഇപ്പോൾ കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് കുറച്ചധികം പരിപാടി ഉണ്ടായിരുന്നു, കുറേ പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സോ എന്താണെങ്കിലും എനിക്ക് വലിയ മൂഡ് ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ എന്നെ ഇവിടെ പിടിച്ചുകൊണ്ടിരുത്തി വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എനിക്ക് കൊടുത്ത പ്രോമിസ് കൊണ്ടാണ്. ഞാൻ ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു ജേണി ചെറിയ രീതിയിൽ ഡോക്യുമെന്റ് ചെയ്യുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നു. എനിക്ക് ഇനി ഫ്യൂച്ചറിൽ കുറേ നല്ല വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന കോണ്ടന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ എന്താണെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് മുന്നോട്ടേക്ക് വരാനുണ്ട്. പക്ഷേ ഈ വർഷം ഞാനൊരു ഡിഫറൻസ് കൊണ്ടുവന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ എനിക്ക് ഒരു പ്രോഗ്രസ് ഇല്ലായിരുന്നു, ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നോട് പറയുന്ന ഒരു പ്രോമിസ് പോലും കീപ്പ് ചെയ്തിട്ടില്ല. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ എൻ്റെ ഫിയേഴ്സിനെ ഫേസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് പ്രോമിസ് കൊടുത്തിട്ട് അതൊക്കെ ബ്രേക്ക് ആയിരുന്നു. പക്ഷേ 2026 ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കൊടുത്ത പ്രോമിസാണ്, എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഇതുവരെ ജീവിച്ച പോലെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ സെൽഫിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും, എൻ്റെ ഫിയേഴ്സിനെ ബ്രേക്ക് ചെയ്യും, ഞാൻ പഠിക്കാൻ തയ്യാറാവും. അതുപോലെ തന്നെ ഞാൻ ഈ വർഷം ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ എനിക്ക് പേടിയുള്ള പല കാര്യങ്ങൾ ചെയ്തു. ഞാൻ എൻ്റെ സെൽഫിനെ കൂടുതൽ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചു. അതുപോലെ എനിക്ക് പേടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. എൻ്റെ സെൽഫിന് കൊടുക്കുന്ന പ്രോമിസുകൾ ഞാൻ കീപ്പ് ചെയ്തു. ഇനി എനിക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. പക്ഷേ ഇതെനിക്ക് വലിയൊരു ഗ്രോത്ത് ആണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് ഒന്ന് പാലിച്ചു നോക്ക്. ജസ്റ്റ് ഒരു ചെറിയ ഹാബിറ്റ്, ചിലപ്പോൾ അത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കിടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഫോൺ മാറ്റി വെക്കുന്നതാവാം, അല്ല എന്തും ആവാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ആ ഒരു കാര്യം നിങ്ങളൊന്ന് കീപ്പ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൊടുക്കുന്ന ആ പ്രോമിസ് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ സെൽഫ് ട്രസ്റ്റും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂടുന്നത്. നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തീരുമാനം എടുക്കണം, നമ്മൾ ആക്ഷൻ എടുക്കണം. നമ്മൾ ഡെയിലി ചെയ്യുന്ന കുട്ടി കുട്ടി ഹാബിറ്റ്സ് ഇല്ലേ, അതാണ് നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സെൽഫിൽ അങ്ങ് വർക്ക് ചെയ്യാം. നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. നമ്മൾ മനുഷ്യന്മാരുണ്ടല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ലൈഫിലും വന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും പറയും എനിക്ക് സ്നേഹം വേണം, എനിക്ക് സന്തോഷം വേണം, എനിക്ക് സമാധാനം വേണം. നമ്മളെപ്പോഴും പറയുന്നത് എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, പൈസയില്ല, ആരോഗ്യമില്ല. എപ്പോഴും നമ്മൾ സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണ്. നമ്മളെപ്പോഴും പ്രോബ്ലത്തിൽ തന്നെയാണ്, എപ്പോഴും കംപ്ലൈൻറ്റിങ് ആണ്. നമ്മളെപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ കാണാറില്ല, അതൊന്നും അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഇവരൊന്നും കാണാറില്ല, അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല. നമുക്കില്ലാത്തതിലേക്ക് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സഫർ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നിന്നാണ്. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. സോ നമ്മളെ അങ്ങ് സ്നേഹിക്കുക, വിശ്വസിക്കുക, നമുക്ക് ഉള്ളതിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുക. അപ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുള്ളൂ. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും എണീറ്റ് നിൽക്കുക, നമ്മുടെ സെൽഫിനെ ചൂസ് ചെയ്യുക, നമ്മൾ ഹെൽപ്പ് ചെയ്യുക, നമ്മളെ അതുപോലെ ഹെൽപ്പ് സീക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ഫെയിലിയർ എന്ന് പറയുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിനകത്തുനിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിൻ്റെ മനസ്സായിരിക്കണം. നമുക്ക് എപ്പോഴും ജീവിതാവസാനം വരെ പഠിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കൊണ്ടു നടക്കുക. അതുപോലെ
നമ്മുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. നമ്മൾ പേഷ്യൻസ് വേണം നമുക്ക്. എൻ്റെ ഈ ഒരു ജേർണിയിൽ ഞാൻ പഠിക്കുന്നത് അതാണ്. പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഉറപ്പായിട്ട് തന്നെ റിസൾട്ട് കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും അത് കിട്ടിയിരിക്കും. നമ്മൾ ഷോപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നമുക്ക് കൊടുക്കുന്ന പ്രോമിസ് കീപ്പ് ചെയ്യുക. നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയുന്നില്ല. എന്ത് ചെയ്യണം, ഏത് റൂട്ട് എടുക്കണം, എനിക്ക് എന്താണ് എൻ്റെ പർപ്പസ് ഒന്നും അറിയില്ല, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഒരു ബെസ്റ്റ് സെൽഫ് ആവുക. നിങ്ങളുടെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു വേർഷനായിട്ട് മാറുക. നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, ഉറങ്ങുക. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത വഴികൾ താനെ തുറന്നോളൂ. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായിക്കോളും. നമ്മൾ ഒരിക്കലും ഇങ്ങനെ എൻ്റെ ലൈഫ് വളരെ കഷ്ടത്തിലാണ്, ഞാൻ അൺലക്കിയാണ്, അങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്. എപ്പോഴും നമ്മൾ പോസിബിലിറ്റീസിലേക്ക് വേണം. ചുറ്റും അവസരങ്ങളുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ലൈഫിൽ, അതിനകത്തുനിന്ന് എങ്ങനെ പുറത്ത് വരാം, എങ്ങനെ എനിക്ക് ബെറ്റർ ആവാം, അതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ കരയണം, വിഷമിക്കണം, മനുഷ്യനാണ്, ഇമോഷൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നമുക്കില്ലേ, നമ്മൾ ഒരിക്കലും പെയിനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മളൊരിക്കലും നമ്മുടെ ഈ പെയിനിൽ നിന്നിട്ട് ഓടാൻ നിൽക്കരുത്. നമ്മൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. നമ്മളൊന്നെങ്കിൽ സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് എടുത്ത് കഴിക്കും, പുറത്തേക്ക് പോവും, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കും. നമ്മളിങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് വെക്കും. നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കത്തേ ഇല്ല. നമുക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ഇരിക്കുക, നമ്മളെ കേൾക്കുക. നമ്മൾ ഇതിനൊന്നും എസ്കേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഫീൽ ചെയ്യുക. നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ. നമുക്ക് അൺകംഫർട്ടബിൾ ആണല്ലോ, അതൊക്കെ ഫീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എവിടെയാണോ, ഏതവസ്ഥയിലാണോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇവിടെയാണ്, ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് എങ്ങനെ എനിക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റും. ഞാൻ എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഞാൻ പാവമല്ലേ, ഈ ലൈഫ് എന്താ എന്നോട് മാത്രം ഇങ്ങനെ, ഇതൊക്കെ അൺഫെയർ അല്ലേ എന്നായിരുന്നു ആദ്യം എൻ്റെ ലൈഫിൽ ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് മാറ്റിയിട്ട്, എന്താണ് എൻ്റെ ലൈഫ് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ട്രൈങ് ടു ടീച്ച് മീ എന്നാക്കിയപ്പോഴത്തേക്കും എൻ്റെ കുറേ പെയിനും സഫറിങ് ഒക്കെ അങ്ങ് മാറി കിട്ടി. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ എൻ്റെ ലൈഫിലിപ്പോൾ എനിക്കൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഞാനൊരു റോക്ക് ബോട്ടമിലാണെങ്കിൽ അത് എനിക്ക് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അല്ലാതെ ഒരിക്കലും എന്നെ ലൈഫ് പണിഷ് ചെയ്യുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മളെപ്പോഴും നോക്കേണ്ട, ഈ അവസ്ഥ എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്. ഒരു വിക്ടിം മൈൻഡ് സെറ്റ് മാറിയിട്ട് നമ്മളൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊണ്ടുവരാം. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ ആരുമല്ല, പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങ് തുറന്ന് പറഞ്ഞതാണ് കേട്ടോ. സോ ഇന്നത്തെ ദിവസം ഞാൻ വളരെ സക്സസ്ഫുള്ളി ആണ് എൻഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും നമ്മൾ എല്ലാവരും സക്സസ്ഫുൾ ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. നമ്മൾ ജീവിച്ചു. നമ്മുടെ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ ദിവസം നമ്മൾ എന്തെല്ലാം മാനസികമായിട്ട് കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികളും വേദനകളൊക്കെ കടന്നു പോകുന്നുണ്ട്, എന്നിട്ടും നമ്മൾ ജീവനോടെ ഇവിടെ നിൽക്കുന്നില്ലേ. ഇതൊക്കെ സർവൈവ് ചെയ്യുന്നില്ല. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് തോന്നുന്നതൊന്നും വലിയ കാര്യമല്ല, ഞാൻ ഒന്നും ചെയ്തില്ല, പക്ഷെ അതൊക്കെ വലിയ കാര്യമാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും സക്സസ്ഫുള്ളിയാണ് എൻഡ് ചെയ്യുന്നത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഫിക്സഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക. ആ വിക്ടിം മൈൻഡ് സെറ്റ് എന്നൊക്കെ ഇറങ്ങിയിട്ട് പോസിബിലിറ്റീസ് കാണാൻ ശ്രമിക്കുക. നന്ദിയുള്ളവരായിരിക്കുക. സ്വയം ബഹുമാനിക്കുന്ന, സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി മാറുക. പിന്നെ ഒറ്റപ്പെട്ടു പോയി ആരുമില്ല അങ്ങനെയൊന്നും വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടുകയേ വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുണ്ട്. നിങ്ങളെ തന്നെ അങ്ങ് വിശ്വസിച്ചിട്ട് നിങ്ങളങ്ങ് മുന്നോട്ടേക്ക് ജീവിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നോളും. നമ്മൾ ഈ ബട്ടർഫ്ലൈസിനെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ബട്ടർഫ്ലൈസ് ഒക്കെ താനെ വന്നോളും. സോ നിങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുക, വിശ്വസിക്കുക, എല്ലാം റെഡിയാകും. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ലൈഫിലൊരു നല്ല ദിവസം കൂടെ കിട്ടി. ഇന്നെനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, ഇടാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ സേഫ് ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ്റ്റേക്സിന് പഠിക്കുന്നുണ്ട്. ഓരോ ദിവസം ഞാനൊരു നല്ല മനുഷ്യനാവുന്നുണ്ട്.
അതൊക്കെ വളർച്ചയാണല്ലോ. ഞാൻ അതിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളെ വിശ്വസിക്കണം, നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യണം. നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ അതൊരിക്കലും മറക്കരുത്. നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയാൽ മതി. കംഫർട്ട് സോണിൽ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി, ഒക്കെ സെറ്റാവും. ഞാനാണ് പറയുന്നത്, ഞാൻ എൻ്റെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോസസ്സ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ ഗ്രോ ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. സോ ഇന്നത്തെ ദിവസം ഒരുപാട് ബ്ലെസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ ദിവസം എൻ്റെ ചെയ്യുന്നത്. സോ എല്ലാവർക്കും ബൈ. ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഗുഡ് നൈറ്റ്.